പാവത്തീനി കയറാനുള്ള ചലഞ്ച് 2 കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ പ്രമോയിൽ പ്രണയം റൗണ്ട്. ആദ്യമായി പ്രണയം പറഞ്ഞ തുറന്ന് പറയും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ചലഞ്ചിൻ്റെ പേര് ബിക്കോസ് തന്നെ ആദ്യം പറയുന്നുണ്ട്, ഞാൻ വേറൊരു ഗെയിമാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നിങ്ങളുടെ മത്സര ബുദ്ധിയെ പുറത്തു കൊണ്ടുവരാൻ അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഗെയിം, അതായത് കുറേ നിയമങ്ങൾ പറയുന്നുണ്ട്. ഗെയിം എന്താണെന്ന് വെച്ചാൽ നിരയായിട്ട് ഇങ്ങനെ കട്ടകൾ പോലെ ഇങ്ങനെ വെക്കും. അതിൽ ഒന്നിൽ ചവിട്ടിയാൽ ചിലപ്പോൾ നല്ല ഉറച്ചതായിരിക്കും, വേറൊന്നിൽ ചവിട്ടിയാൽ താഴ്ന്നു പോകുന്നതുമായ കട്ടകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അതിലിങ്ങനെ ചവിട്ടി നിരയിൽ ഫ്രണ്ടിലേക്ക് പോകണം. അതാണ് ഗെയിം. ഇനി നിയമങ്ങൾ: ഒരു ടൈമിൽ ഒരു കാല് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് മറ്റേ കാല് വേറൊന്നിലോട്ട് മാറ്റി അങ്ങനെ മുന്നോട്ട് പോകണം. അന്നേരം ആ ഒരു കട്ട താഴേക്ക് പോവുകയാണെങ്കിൽ അന്നേരം ആ വ്യക്തി ഔട്ടാവും. എന്നിട്ട് ഗ്രൂപ്പിലെ അടുത്ത വ്യക്തി ഫസ്റ്റ് തൊട്ട് തുടങ്ങണം. 4 പേർക്ക്, ഒരു ഗ്രൂപ്പിൽ 4 പേർക്ക് ഗെയിമിൽ പങ്കെടുക്കാം. ഡെന്നി ടീം 2 പേരെ ഉള്ളത് കൊണ്ട് അവർക്ക് 2 പേർക്കും ഒന്നുകൂടി 2 വട്ടം മത്സരിക്കാം. അങ്ങനെ ശരിയായ കളങ്ങളിൽ ചവിട്ടി ഏറ്റവും മുൻനിരയിലെത്തുന്ന ആരായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ദൂരം എത്തുന്ന ആരായിരിക്കും, അവരാണ് വിജയി. ഇതാണ് ടാസ്ക്. പവർ ടീമാണ് തീരുമാനിക്കുന്നത് ഏത് ടീം ആദ്യം പോകണമെന്ന്. അങ്ങനെ അവർ തീരുമാനിച്ചു. നെക്സ്റ്റ് ആദ്യം, സെക്കൻഡ് ഡെന്നി, തേർഡ് ടണൽ. അങ്ങനെ നെക്സ്റ്റ് ആദ്യം വന്നു. അവരങ്ങനെ 4 നിര കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഗെയിമിൻ്റെ റൂൾസിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പുറത്ത് കാര്യങ്ങൾ ഒരിക്കലും അകത്ത് ഒന്നും പറയരുത്. ഗെയിമിൽ നടക്കുന്ന കാര്യങ്ങൾ അകത്ത് ഒന്നും പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ വിഡ്ഢിയായിരിക്കണം, അല്ലെങ്കിൽ പൊളിറ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരവിടെ ജയിച്ചു എന്നോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ള ഗെയിമാണോ, അങ്ങനെ ഇവരെ പറഞ്ഞ് കളിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഏതായാലും അവരങ്ങനെ നെക്സ്റ്റ് ടീം 4 നേരെ കടന്നു. അവർ തിരികെ വന്നു. അപ്പോൾ അർജുനും ഋഷിക്കും ടണൽ ടീമിനെ പവർ ടീമിലേക്ക് കയറ്റേണ്ട, നെസ്റ്റിനെ കയറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ടൈ ആയിപ്പോൾ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അർജുൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറ ഏതൊക്കെയാണ് താഴെ വീഴും, ഞങ്ങൾ അതനുസരിച്ച് കളിക്കാം, അങ്ങനെ അവരെ ജയിപ്പിക്കുക. ആ ഒരു രീതിയിലൊരു ഇത് വന്നു. അന്നേരം പക്ഷെങ്കിൽ എന്തോ നെക്സ്റ്റ് ടീമുകാർക്ക് ഒരു ഇവരെ വിശ്വാസമില്ലായ്മ കൺഫ്യൂഷനാണ്, എന്തോ പറഞ്ഞിട്ടില്ല. ഏതായാലും ബിഗ് ബോസ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നതല്ലേ. പവർ ടീമിലോട്ട് മത്സരിക്കാനുള്ള സെക്കൻഡ് ചലഞ്ചിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ ഡെന്നാണ്. അവർ 6 നിര കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് വന്നിരിക്കുന്നത് നെക്സ്റ്റാണ്. അവർ 4 നിര കംപ്ലീറ്റ് ചെയ്തു. പക്ഷെങ്കിൽ ടണൽ ടീമിന് 3 മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ പോയിന്റ് ഇത്തവണ എല്ലാവർക്കും സെയിം ആയി. ചലഞ്ച് 2 അങ്ങനെ 2 പോയിൻറ്റുമായിട്ട് ഡെന്ന് ഫസ്റ്റ് വന്നു, 1 പോയിൻറ്റുമായിട്ട് നെക്സ്റ്റ് സെക്കൻഡ് വന്നു. ടോട്ടൽ പോയിൻറ്റ് 3 പേർക്ക് ഇപ്പോൾ തുല്യമായിട്ടാണ് നിൽക്കുന്നത്. ടണലിന് 2 പോയിൻറ്റ്, നെക്സ്റ്റ് ടീമിന് 2 പോയിൻറ്റ്, ഡെന്നി ടീമിന് 2 പോയിൻറ്റ്. ഇനിയും ചലഞ്ചേഴ്സ് നാളെയും ചിലപ്പോൾ ചലഞ്ചേഴ്സ് കാണുമായിരിക്കും. അതിനനുസരിച്ച് ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും പോയിൻറ്റ് മുന്നിൽ വരുന്ന, അവരായിരിക്കും പവർ ടീമുമായിട്ട് മത്സരം വരുന്നത്. ഇനി ടൈ ആയിട്ട് വന്നാൽ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ ഇന്നത്തെ പ്രമോ വന്നിരിക്കുകയാണ്. പ്രണയം, ആദ്യത്തെ പ്രണയം തുറന്ന് പറയുന്നതായിരിക്കും. ഇങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ പ്രണയത്തെപ്പറ്റി തുറന്ന് പറയുന്നത് നമുക്ക് പ്രമോയിൽ കാണാം. നമ്മുടെ ഗബ്രി പ്രണയം തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും, ഒരു ഐ ലവ് യു പറയുമ്പോഴത്തേക്കിന് ജാസ്മിൻ ഒറ്റ അടിയാണ് നമ്മുടെ അർജുനട്ട്. ഇനി ജാസ്മിനോട് ഐ ലവ് യു പറഞ്ഞതാണോ, അതോ കഥയിൽ പണ്ട് പറഞ്ഞ കാര്യം പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ അതൊക്കെ കാണാം. പുതിയ വിശേഷങ്ങളും അപ്ഡേഷനും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കിറ്റി.